ഹലോ ഫ്രണ്ട്സ്, ഗോവ ഓൺ വീൽസിന്റെ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ്. അപ്പൊ നിങ്ങൾ ഗോവ എന്ന് പറയുമ്പോൾ തന്നെ എന്താ നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന ഒരു കാര്യം? ഇവിടുത്തെ നൈറ്റ് ലൈഫ് ആയിരിക്കും അല്ലെ? യെസ്. അപ്പൊ ഇവിടുത്തെ നൈറ്റ് ലൈഫ് ഇത്രയും മനോഹരമാക്കുന്ന എന്താണ്? ഇവിടുത്തെ പാർട്ടീസ് ആണല്ലേ, മീൻസ് ഇവിടുത്തെ ക്ലബ്ബുകളാണ്. അപ്പോൾ ഇവിടുത്തെ ക്ലബ്ബുകളെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ഗോവയിലെ ടോപ്പ് 10 ആയിട്ടുള്ള കുറച്ച് ക്ലബ്ബുകൾ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോറി. അപ്പോ ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് മൈ ഫേവറേറ്റ് സിങ്ക് ആണ്. സിങ്ക് നൈറ്റ് ക്ലബ് ആണ് ഇത് വരുന്നത്. കൺട്രോളിയം ഗോവയിലാണ്, അതായത് നോർത്ത് ഗോവയിൽ കൺട്രോളിയം എന്ന് പറയുന്ന പ്ലേസിലാണ് നമ്മുടെ സിങ്ക് നൈറ്റ് ക്ലബ്ബ് വരുന്നത്. അവിടെ നല്ലൊരു അടിപൊളി സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അപ്പൊ പൂൾ സൈഡ് ആയിട്ടുള്ള ഒരു ക്ലബ് ആൻഡ് പാർട്ടി ലോഞ്ച് ആണിത്. അപ്പോ അടിപൊളിയാണ് കേട്ടോ. അവിടുത്തെ എൻട്രി ഫീസ് ഒക്കെ വരുന്നത് ഏകദേശം 2000+ ആയിരിക്കുള്ളൂ. അത് നമ്മുടെ എന്താ പറയുന്നത്, ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ ഒക്കേഷൻ, നമ്മൾ ഏത് ഒക്കേഷൻ ആണോ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ന്യൂ ഇയർ പാർട്ടീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു റേറ്റിന് കിട്ടുമെന്നുള്ളത് വളരെ ഡൗട്ട്ഫുൾ ആണ്. കുറച്ചും കൂടിയൊക്കെ റേറ്റ് കൂടും. ഏകദേശം ഞങ്ങളിപ്പോ 2024 ന്യൂ ഇയർ അവിടെയായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഏകദേശം ഒരു 7500 ഒക്കെയാണ് ആയത് കപ്പിൾ എൻട്രിക്ക് ആയിട്ട്. കപ്പിൾ എൻട്രി ആയിരിക്കുമല്ലോ ഏറ്റവും കുറവ് കിട്ടുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളതിനൊക്കെ കുറച്ചും കൂടി റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ സിങ്കിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ഫുഡ്സും ഡ്രിങ്ക്സും ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ക്ലബ് തന്നെയാണ് കേട്ടോ സിങ്ക്. അപ്പോൾ സെക്കൻഡ് പ്ലേസിൽ വരുന്നത് LPK വാട്ടർ ഫ്രണ്ട് ആണ്. മറ്റുള്ള ക്ലബിനെയൊക്കെ അപേക്ഷിച്ച് LPKയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കിഡ്സ് അലൗഡ് ആണ്. മറ്റുള്ള സ്ഥലത്തൊന്നും കിഡ്സ് അലൗഡ് അല്ല. അപ്പൊ ഇവിടെ ഈ ഒരു ക്ലബ് പാർട്ടിയിൽ കിഡ്സിനും എടുക്കാൻ പറ്റും. അപ്പൊ ഫാമിലി ആയിട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെ പാർട്ടി ഒന്ന് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് LPK എന്തായാലും ട്രൈ ചെയ്യാവുന്നതാണ്. അത് വരുന്നത് നോർത്ത് ഗോവയില് നെറൂൾ എന്ന് പറയുന്ന പ്ലേസിലാണ്. അപ്പോ ഏകദേശം ഒരു 2000+ ഒക്കെയാണ് ഇവിടുത്തെ പ്രൈസ് വരുന്നത്. അതും ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളുടെ ഡിപ്പെൻഡ്സ് ഓൺ ദ പാർട്ടി ആൻഡ് ഒക്കേഷൻ, അതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും റേറ്റിനും ഡിഫറൻസും ഇതൊക്കെ വരും കേട്ടോ, വ്യത്യാസങ്ങളൊക്കെ വരും. ഞാനൊരു മിനിമം ചാർജ് ആണ് പറയുന്നത്, 2000+. തേർഡ് പ്ലേസിൽ വരുന്നത് നമ്മുടെ ക്ലബ് ടിറ്റോസ് ആണ്. ക്ലബ് ടിറ്റോസ് എനിക്ക് തോന്നുന്നു ഒരു നല്ല ഒരു ഫേമസ് ആയിട്ടുള്ള ക്ലബ്ബാണ്. പക്ഷെ ഞാൻ പേഴ്സണലി പോയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് അത് പറയാതിരുന്നത്. എനിക്ക് എന്തായാലും സിങ്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിവിടെ 2 ക്ലബിലാണ് ആക്കി കൂടി പോയേക്കണം. അതിലെനിക്ക് സിങ്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ സിങ്ക് തന്നെ ആദ്യത്തേൽ പറഞ്ഞത്. പിന്നെ ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴും എനിക്ക് സിങ്കിന് കിട്ടിയ നല്ലൊരു റിവ്യൂ തന്നെയായിരുന്നു. പിന്നെ പേഴ്സണലി ഞാനും എക്സ്പീരിയൻസ് ചെയ്തേക്കുന്നത് കൊണ്ട് ഞാനും എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നത് സിങ്ക് തന്നെയാണ്. ക്ലബ് ടിറ്റോസും ഇതേപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്ലബാണ്. അത് വരുന്നത് കലങ്കൂട്ട് ബാഗ ആ ഒരു ഏരിയയിലാണ്, നോർത്ത് ഗോവയിൽ തന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാം വരുന്നത് നോർത്ത് ഗോവയിൽ തന്നെയാണ് കേട്ടോ. സൗത്ത് ഗോവയിൽ നമുക്ക് വളരെ കുറവെന്നല്ല, ഉണ്ട്, പക്ഷെ നോർത്തിൽ അത്രയും ഉണ്ടാവില്ല. നോർത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എനിക്ക് തോന്നുന്നു നൈറ്റ് പാർട്ടീസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ് ആണ് നോർത്ത് ഗോവ എന്ന് പറയുന്നത്. അവിടെ ആരും ഉറങ്ങാറില്ല എന്ന് തോന്നുന്നു, കാരണം എപ്പോഴും ഓണാണ്, ഫുൾ ഓണും വൈബൊക്കെയാണ്. അതുകൊണ്ടല്ല ടൂറിസ്റ്റുകൾ എപ്പോഴും നോർത്ത് തന്നെ പോകുന്നതും അവിടെ തന്നെ എല്ലാം സ്റ്റേ ചെയ്യുവാണെങ്കിലൊക്കെ സെലക്ട് ചെയ്തത്. കാരണം അവിടുത്തെ നൈറ്റ് ലൈഫ് അത് എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, അടിച്ചു പൊളിക്കേണ്ടതൊക്കെ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ നോർത്ത് ഗോവ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ക്ലബ് ടിറ്റോസ് ആണ് തേർഡ് പ്ലേസിൽ വരുന്നത്. അപ്പൊ എല്ലാവരും വന്നിട്ട് ക്ലബ് ടിറ്റോസും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ ഫോർത്ത് പ്ലേസിൽ വരുന്നത് ക്ലബ് കബാനയാണ്. അത് നമ്മുടെ നോർത്ത് ഗോവയില് അർപ്പോറ എന്ന് പറയുന്ന സ്ഥലത്താണ്. നോർത്ത് ഗോവയിലെ അർപ്പോറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ക്ലബ് കബാന വരുന്നത്. അതും ഇതേപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള നല്ലൊരു ഡീസന്റ് ആയിട്ടുള്ള ഒരു ക്ലബ് പാർട്ടിയാണ്, നൈറ്റ് ക്ലബ് ആണ്. അപ്പൊ അവിടുത്തെ റേറ്റും ഏകദേശം ഒരു 2000+ ആണ്, ഡിപ്പെൻഡ്സ് ആണ്. ഓക്കെ, അപ്പൊ റേറ്റ്സ് എപ്പോഴും വേരി ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ പറയുന്നത് അനുസരിച്ച് നിങ്ങൾ 2000 ആണെന്ന് മാത്രം പ്രതീക്ഷിക്കരുത്. റേറ്റ് എപ്പോഴും വേരി ചെയ്യും. ഓക്കെ, ഞാനൊരു മിനിമം റേറ്റ് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഫിഫ്ത്ത് പ്ലേസിൽ വരുന്നത് ക്ലബ് മാംബോ ഗോവയാണ്. അത് വരുന്നത് നമ്മളുടെ നോർത്ത് ഗോവയിൽ കലങ്കൂട്ടാണ്. നല്ലൊരു നൈറ്റ് ക്ലബാണ്. അവിടെ നമുക്ക് ബീച്ച് ഫ്രണ്ട് വ്യൂ ആണ് കിട്ടുന്നത്. റേറ്റ് സിമിലർ റേറ്റ് ഒക്കെ തന്നെയാണ്, 2000+ ആണ്. അപ്പോൾ സിക്സ്ത് പ്ലേസിൽ വരുന്നത് ആഫ്റ്റർ ലൈഫ് ക്ലബാണ്. കൺട്രോളിയം നോർത്ത് ഗോവയിലെ കൺട്രോളിയം ബീച്ചിനടുത്തായിട്ടാണ് ഈ ഒരു ക്ലബ്ബ് വരുന്നത്. ഞങ്ങളുടെ ലാസ്റ്റ് ന്യൂ ഇയർ ഞങ്ങൾ അവിടെയാണ് സെലിബ്രേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അത് ഞാൻ സിക്സ്ത് പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ കാരണം അവരുടെ ഫുഡ്
കുറച്ച് ലിമിറ്റഡ് ആയിരുന്നു. കുറച്ചും കൂടിയൊക്കെ ഫുഡിൽ അവർക്ക് വെറൈറ്റീസ് ഒക്കെ ഒന്നുകൂടി ട്രൈ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാമെന്ന് എനിക്ക് തോന്നി. ഞാൻ കാരണം ലാസ്റ്റ് അതിക്ക് മുമ്പ് പോയിരുന്നത് സിങ്കിലായിരുന്നു. സിങ്ക് ഫുഡിന്റെ കാര്യത്തിലാണെങ്കിൽ ഡ്രിങ്ക്സിന്റെ കാര്യത്തിലായിരുന്നെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം കുറെ വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എല്ലാം ലിമിറ്റഡ് ആയിരുന്നു. പിന്നെ ഇത് അധികം നാളായിട്ടില്ല ലോഞ്ച് ചെയ്തിട്ട്. ഈ ഒരു ക്ലബ്ബ് ഒരു 2 വർഷമൊക്കെ ആകുന്നുള്ളൂ. അപ്പൊ അതിൻ്റെതായ കുറച്ചും കൂടിയൊക്കെ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ 6th പൊസിഷനിൽ പറയാൻ കാരണം. പക്ഷെ എന്നാലും നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ തന്നെയാണ്. കാരണം അവരുടെ DJ പാർട്ടി അടിപൊളിയായിരുന്നു. ഫുഡ് ഒഴികെ അവരുടെ DJ പാർട്ടിയൊക്കെ അടിപൊളിയായിരുന്നു. ആംബിയൻസ് ആണെങ്കിലും ഒക്കെ സൂപ്പർ ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ 6th നമ്മുടെ ആഫ്റ്റർ ലൈഫ് ചൂസ് ചെയ്യാൻ കാരണം. അപ്പോൾ നെക്സ്റ്റ് 7th പ്ലേസിൽ വരുന്നത് ഹാമേഴ്സ് നൈറ്റ് ക്ലബ് ആണ്. അത് വരുന്നത് നമ്മളുടെ നോർത്ത് ഗോവയിലെ ബാഗ കലങ്കൂട്ട് ഏരിയയിലാണ് വരുന്നത്. റേറ്റ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ടൊക്കെ തന്നെയാണ്. 2000+ ഒക്കെയാണ് മിനിമം വരുന്നത്. റേറ്റ് ഞാൻ പറയാട്ടോ പിന്നെയും പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 2000 ആണെന്ന് വിചാരിക്കരുത്. ഞാനൊരു മിനിമം റേറ്റാ വരുന്നത്. അതൊക്കെ നമ്മളുടെ പാർട്ടിയും അതിന്റെ ഒക്കെ അനുസരിച്ചിട്ടൊക്കെ റേറ്റ് ഒക്കെ ഡിഫറൻസ് ആയിരിക്കും കേട്ടോ. പിന്നെ 8th പൊസിഷനിൽ വരുന്നത് നമ്മളുടെ ഫേമസ് ആയിട്ടുള്ള തലാസ നൈറ്റ് ക്ലബ് ആണ്. അതൊരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ക്ലബ്ബാണ് കേട്ടോ. ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയയിലുള്ള ഒരു ക്ലബ്ബാണ്. അത് നമ്മളുടെ മോർജിമിലാണ് വരുന്നത്. നല്ല അടിപൊളി സൺസെറ്റ് വ്യൂ ഒക്കെ ഉണ്ടാവും നമുക്ക് കാണാനൊക്കെ ആയിട്ട്. റേറ്റ് ഒക്കെ സിമിലർ റേറ്റ് ഒക്കെ തന്നെയാണ് മിനിമം ആയിട്ട് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു കൂട്ടാണ് 2000 ഒക്കെയാണ് വരുന്നത്. അപ്പൊ മോർജിം മാൻഡ്രും കുറച്ച് അങ്ങേയറ്റം നോർത്തിലായിട്ടാണ് ഇത് വരുന്നത് കേട്ടോ. പിന്നെ തലാസ നൈറ്റ് ക്ലബിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഗ്രീക്ക് തീമിലുള്ള ഒരു നൈറ്റ് ക്ലബ്ബാണ് കേട്ടോ. ഗ്രീക്ക് തീമാണ് ഇതിന്റെ. പിന്നെ 9th പൊസിഷനിൽ വരുന്നത് നമ്മളുടെ ക്ലബ് ഹിൽ ടോപ്പ് ആണ്. അത് ഇതേപോലെ തന്നെ ഒരു ഹിൽ ടോപ്പിലായിട്ട് നല്ലൊരു ഓപ്പൺ ഏരിയയിൽ വരുന്ന ഒരു ക്ലബ്ബാണ്. ഇവിടെയൊക്കെ എനിക്ക് ഡൗട്ടാണ്, അൺലിമിറ്റഡ് ഫുഡൊന്നും ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഡ്രിങ്ക്സ് ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും, പക്ഷെ ഫുഡിന്റെ കാര്യം എനിക്ക് ഉറപ്പില്ല. അപ്പൊ നിങ്ങൾ ഒന്ന് ഗൂഗിളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് പാർട്ടിയൊക്കെ ബുക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ബുക്ക് മൈ ഷോയിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നോക്കാം കേട്ടോ അതിന്റെ കാര്യങ്ങളൊക്കെ. പക്ഷെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയയിൽ നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ക്ലബ്ബ് തന്നെയാണ് കേട്ടോ ഹിൽ ടോപ്പ്. നെക്സ്റ്റ് 10th പൊസിഷൻ വരുന്നത് ലെപ്പാർഡ് വാലി ക്ലബ്ബാണ്. അത് വരുന്നത് നമ്മുടെ സൗത്ത് ഗോവയിലാണ്. സൗത്ത് ഗോവയിൽ അഗോണ്ട പലോലിം ആ ഒരു റൂട്ടിലാണ് ഈ ഒരു ലെപ്പാർഡ് വാലി ക്ലബ്ബ് വരുന്നത്. നല്ലൊരു ക്ലബ്ബാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നു വിചാരിക്കുന്നു. ഇതേപോലെയുള്ള ഗോവ റിലേറ്റഡ് വീഡിയോസും ഞങ്ങൾ ഗോവൻ മല്ലൂസിന്റെ വീഡിയോസ് ഒക്കെ കാണാനായിട്ട് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരോടും പറയണോട്ട് ലൈക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ നേരത്തെ ഇട്ടിരിക്കുന്ന വീഡിയോസ് ഇപ്പോൾ റെന്റഡ് കാർസ് ആണെങ്കിലും ഗോവയിൽ ഏതൊക്കെ പ്ലേസ് വിസിറ്റ് ചെയ്യണം, ഇപ്പൊ ഇന്നത്തെ പോലത്തെ നല്ല വീഡിയോസിനൊക്കെ ആയിട്ടൊക്കെ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ആർക്കെങ്കിലൊക്കെ ഗോവ വരാൻ പ്ലാൻ ചെയ്യുന്ന ആർക്കെങ്കിലൊക്കെ അതൊക്കെ ഒരു ഉപകാരമായിരിക്കുമല്ലോ. പോയത് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ട് നമ്മുടെ നാട്ടില് മീനൊക്കെ കൊണ്ടൊക്കെ പോവില്ലേ, അതേപോലെ ഇവിടെ ഉള്ളൊരു സംഭവമാണ് പാവ് എന്ന് പറയുന്നത്. ഇവരുടെ ഗോവൻസ് എപ്പോഴും കഴിക്കുന്ന ഒരു സാധനമാണ് പാവ്. ഞാൻ എന്റെ മറ്റുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ യൂസ് ചെയ്യുന്നത് ഈ പാവാണ്. ബ്രെഡിന്റെ പോലെ വേറൊരു സംഭവം. അപ്പോൾ ആ പാവാണ് കേട്ടോ ഒരു ഈ വൈകുന്നേരം രാവിലെ ഒക്കെ ഇങ്ങനെ വിളിച്ചോണ്ട് സൈക്കിളിൽ ഇങ്ങനെ കൊണ്ടുപോകും. അതിന്റെ കൂടെ തന്നെ ചിലവർ സമൂസയൊക്കെ കൊണ്ടുപോകും. ഈ ഒരു അതെന്റെ സൗണ്ടാണ് കേട്ടോ കേട്ടത്. നിങ്ങൾ നേരത്തെ പറഞ്ഞപ്പോൾ കേട്ടത് ആ ഒരു സൗണ്ട് ആയിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പെട്ടെന്നാണ് ആലോചിച്ചത് അതിന്റെ കാര്യം നിങ്ങളോട് പറഞ്ഞില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കില്ല എന്ത് സൗണ്ടാണ്, മീനാണോ പോകുന്നതെന്ന്. പക്ഷെ മീൻ ഇവിടെ കുറവാണ് പോകുന്നത്. കാരണം ഇവിടുത്തെ കുറെ മാർക്കറ്റുകളും അല്ലാണ്ട് തന്നെ റോഡ് സൈഡിലൊക്കെ ആൾക്കാർ വിൽക്കാറുണ്ട്. അതുകൊണ്ട് മീൻ ഇങ്ങനെ പോകുന്നത് കുറവാണ്. കൂടുതൽ ഇതേപോലെ പാമ്പും ഇതേപോലെയുള്ള സംഭവങ്ങളാണ് കൂടുതൽ ഇവരിങ്ങനെ കൊണ്ടു നടന്ന് വിൽക്കുന്നത് കേട്ടോ.